എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദേവി പ്രീതിക്കായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ലളിതാ സഹസ്രനാമ ജപം. അപ്പോൾ ഇതിൽ ദേവിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ലളിതാ സഹസ്രം. അപ്പോൾ ദേവി മാതൃസ്വരൂപിണിയാണ്, അതായത് നമ്മുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് മക്കൾ സങ്കടപ്പെടുന്ന കണ്ട സഹിക്കോ? ഇല്ല, നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ദേവിയുടെ അടുത്ത് നമ്മൾ സങ്കടങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച ദേവി നമ്മളെ ശാന്തമാക്കി തരും, നമുക്ക് സമാധാനം തരും. അപ്പോൾ ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ നാമം ജപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനും നാമം ആദ്യമൊക്കെ ജപിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് വാക്കുകൾ ഉച്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നാമം ചൊല്ലുമ്പോൾ തെറ്റാണ്ട് ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. കാരണം തെറ്റ് ചൊല്ലിനേക്കാളും ഭേദം ചൊല്ലാണ്ടിരിക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടി വേണം നാമം ചൊല്ലാൻ വേണ്ടിയിട്ട്. വാക്കുകളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് നാമം ചൊല്ലണം. പിന്നെ ലളിതാ സഹസ്രനാമം കലിദോഷ നിവാരണത്തിനും സർവമംഗള പ്രാപ്തിക്കുമായുള്ള മന്ത്രമാണ്. ഇത് ശ്രീ മാതാ എന്ന് പറഞ്ഞ് തുടങ്ങി വേണം ആരംഭിക്കാൻ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം എന്ന് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. പിന്നെ ഇത് എങ്ങനെ ചൊല്ലണം, ഈണത്തിൽ ചൊല്ലണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്, കീർത്തനം പോലെയോ അല്ലെങ്കിൽ ഒരു ഈണത്തിൽ ചൊല്ലാം എന്ന് പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമം തുടങ്ങി വെച്ച ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല, അത് ചൊല്ലി തീർക്കണം. പിന്നെ ഇത് ഏത് സമയത്താണ് ചൊല്ലണ്ടേന്നുള്ളത്, പുലർച്ചയ്ക്ക് ചൊല്ലാം, പിന്നെ സന്ധ്യാസമയത്തും ചൊല്ലാം. പിന്നെ നിത്യം ജപിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, പല കാരണത്താലും നമുക്ക് എല്ലാവർക്കും നിത്യം ജപിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പൗർണമി ദിവസം, അമാവാസി ദിവസം, പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ദേവിക്ക് പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പം അന്ന് നമുക്കിത് ചൊല്ലാം. പിന്നെ നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഏത് ദിക്കിലേക്ക് നോക്കിയിരുന്ന് ചൊല്ലണം എന്ന് പറയും. അപ്പോൾ കാലത്താണെങ്കിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. അതേപോലെ സന്ധ്യാസമയത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ നാമം ജപിക്കുക. ദേവിയുടെ പ്രശസ്തമായ മറ്റൊരു മന്ത്രമാണ് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമുക്ക് നിത്യം ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിയുടെ ദിവസമാണെന്നാണ് പറയാം. അപ്പം അന്ന് നമ്മൾ അമ്പലത്തിലും പോകാൻ നോക്കുക, നാമം ജപിക്കാൻ നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.